ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വൈകമോൾക്കുള്ള പാലുമായിട്ട് നന്ദിനി വരുമ്പോൾ കാർത്തി ചോദിക്കുകയാണ്, ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ആഹാരം ദൈവമ്മയുടെ മുറിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടലോടെ കാർത്തിയെ നോക്കുമ്പോൾ തകർന്നു നിൽക്കുകയാണ് നന്ദിനി. നിന്റെ കുഞ്ഞല്ലേ, അല്ലെങ്കിലും ഞാൻ മറന്നുപോയി. എനിക്ക് ആ കുഞ്ഞിനോട് ബന്ധം പറയാനൊന്നും ആകില്ലല്ലോ. നമ്മൾ തമ്മിൽ പൊക്കൽ കൂടി ബന്ധമൊന്നുമില്ലല്ലോ. ഒരു ടിപ്പ് തന്നാൽ തീരാവുന്ന ബന്ധമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കരയുകയാണ് നന്ദിനി. ദൈവമേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എൻ്റെ വായിൽ നിന്നും അറിയാതെ വീണു പോയതാണെന്ന് പറഞ്ഞ് നന്ദിനിയുടെ കാല് പിടിക്കുകയാണ് കാർത്തി. പോട്ടെ മോനെ, നീയൊന്നും മനസ്സിൽ വെച്ചല്ല സംസാരിച്ചതെന്ന് ദൈവമ്മയ്ക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജ നടക്കുന്നതാണ്. പുതിയ തറവാട്ടമ്മ അങ്ങോട്ടേക്ക് ഇരിക്കാൻ തിരുമേനി പറയുമ്പോൾ മീനാക്ഷി അങ്ങോട്ടേക്ക് ഇരിക്കുന്നു. എല്ലാവർക്കും പൂക്കൾ കൊടുത്തതിന് ശേഷം തിരുമേനി പറയുകയാണ്, എല്ലാവരും പ്രാർത്ഥനയോടെ വേണം ഇവിടെ നിൽക്കാൻ. അതേസമയം പൂജ നടക്കുന്നത് കണ്ട് മൈഥിലി അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരുങ്ങുകയാണ്. ഇത് കാണുന്ന രാജലക്ഷ്മിയമ്മ നന്ദിനിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. മോളെ, അവള് ഇങ്ങോട്ടേക്ക് വരാനാണെന്ന് തോന്നുന്നു ഒരുങ്ങുന്നത്. പൂജ കഴിയുന്നതുവരെ അവളെ മുറിയിലിട്ട് പൂട്ടിയേക്കാൻ രാജലക്ഷ്മിയമ്മ പറയുമ്പോൾ നന്ദിനി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീയൊന്ന് മുറിയിലേക്ക് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് നന്ദിനി പറയുന്നു. തുടർന്ന് മൈഥിലി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നന്ദിനി പറയുകയാണ്, നീ പൂജയ്ക്ക് പങ്കെടുക്കേണ്ടെന്നാ എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് പൂജ കഴിയുന്നതുവരെ നീ മുറിയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി മുറി പൂട്ടുകയാണ് നന്ദിനി. വാതിൽ തുറക്കാൻ പറഞ്ഞുകൊണ്ട് മൈഥിലി ശബ്ദമുണ്ടാക്കുമ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ, അത്രയും നേരമെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് നന്ദിനി പറയുന്നു. തുടർന്ന് നന്ദിനി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ മാലതി ചോദിക്കുകയാണ്, അവളെ മുറിയിലിട്ട് പൂട്ടിയല്ലേ? ഇത് എൻ്റെ തീരുമാനമല്ല, അമ്മയുടെ തീരുമാനമാണെന്ന് നന്ദിനി പറയുമ്പോൾ അവൾ ആ മുറിയിൽ കിടന്ന് ചത്താൽ എന്ത് ചെയ്യുമെന്ന് മാലതി ചോദിക്കുന്നു. ചത്താൽ ചാകട്ടെ, അത്ര തന്നെയെന്ന് പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഉടവാൾ എടുത്തുകൊണ്ടുവരാൻ തിരുമേനി പറയുമ്പോൾ നന്ദിനിയും മീനാക്ഷിയും കൂടി വാളെടുക്കാനായി പോകുന്നു. അങ്ങനെ നന്ദിനിയും മീനാക്ഷിയും ആ വാളെടുത്ത് തിരികെ വരികയും തിരുമേനി ആ വാളിന് പൂജ നടത്തുകയും ചെയ്യുകയാണ്. അതേസമയം മുറിയിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി. ഇനി പെട്ടിയിൽ നിന്നും ഉടവാളെടുത്ത് പുതിയ തറവാട്ടമ്മയ്ക്ക് കൈമാറാൻ തിരുമേനി പറയുമ്പോൾ രാജലക്ഷ്മിയമ്മ ഉടവാളെടുത്ത് മീനാക്ഷിക്ക് കൈമാറുകയാണ്. തുടർന്ന് മീനാക്ഷി ആ വാളെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. അതേസമയം മീനാക്ഷി നോക്കുന്ന മാലതിക്ക് സാക്ഷാൽ ദേവി നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അസൂയയും കുശുമ്പും മൂത്തവളെ, ഈ വാളെങ്ങാനും അപഹരിക്കാൻ ശ്രമിച്ചാലേ നിന്നെയും അസുരന്മാരെ കൊന്നതുപോലെ ഞാൻ കൊന്നുകളയുമെന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന മാലതി ഞെട്ടലോടെ നിൽക്കുകയാണ്. ഉഗ്രരൂപിണിയായ ദേവി തൻ്റെ മുന്നിൽ നിൽക്കുന്നതായി തോന്നുന്ന മാലതി പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ കാൽക്കലേക്ക് വീഴുകയാണ്. ദേവി, അടിയന് വാളൊന്നും വേണ്ട. അടിയന് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുകയാണ് മാലതി. അല്ല, ഇവൾക്കിത് എന്തു പറ്റിയെന്ന് കൈമള ചോദിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ അങ്ങനെയാ, സ്വർണത്തിൻ്റെ ഒരു മൊട്ടുകമ്മൽ കണ്ടാലും ആർത്തിയായിരിക്കും, പിന്നെ ഈ വാള് കണ്ടാലുള്ള കാര്യം പറയുകയേ വേണ്ടല്ലോ. ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, പൂജ കഴിഞ്ഞു, ഇനി വാള് എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ട് തിരികെ വെക്കാം. അങ്ങനെ നന്ദിനിയും മീനാക്ഷിയും കൂടി വാള് തിരികെ വെക്കാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വക്കീലിനെയും ഇന്ദ്രജയുമാണ്. ജാമ്യം കിട്ടിയെന്ന് കരുതി മേഡം കേസിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. മേഡം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടില്ലെന്നാണോ വക്കീൽ പറയുന്നത്? അങ്ങനെയല്ല മേഡം, കേസിന്റെ സീരിയസ്നെസ് മേഡം മനസ്സിലാക്കണം എന്നാ ഞങ്ങൾ പറയുന്നത്. വക്കീലിപ്പോ എന്റെ കാര്യം വിട്. ജയറാമന്റെ കേസ് ഒന്നുകൂടി മുറുകാനും അയാള് ജയിലിലേക്കാകാനും എന്തെങ്കിലും വഴിയുണ്ടോ? ആ ചെമ്പകമംഗലം തറവാട് എന്നേക്കുമായി ഇല്ലാതെയാകണം. മീനാക്ഷിയെ എൻ്റെ മകളായി എനിക്ക് കിട്ടുകയും വേണം. ഇതെന്റെ സ്വപ്നമാണ്. ഈ സ്വപ്നം ഞാൻ എങ്ങനെയെങ്കിലും സാക്ഷാത്കരിച്ചിരിക്കുമെന്ന് ഇന്ദ്രജ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വൈകമോളുമായി കളിക്കുന്ന മീനാക്ഷിയാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കാർത്തി സന്തോഷത്തോടെ അവരെ നോക്കുകയാണ്. തുടർന്ന് കാർത്തി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അതെ, തനിക്കൊരു സർപ്രൈസ് ഉണ്ട്, എൻ്റെ കൂടെ വന്നേ. അങ്ങനെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിട്ട് മീനാക്ഷിയെ കൊണ്ട് താഴേക്ക് പോവുകയാണ് കാർത്തി. അതേസമയം സംശയത്തോടെ അവരെ നോക്കി നിൽക്കുകയാണ് മൈഥിലി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.